ഹേമ ശരിക്കും സന്തോഷവതിയാണ്, കാരണം അവൾക്ക് എല്ലാം ഉണ്ട്. മൈക്കുമായി അവളെ നോക്കൂ. അവർക്ക് കെമിസ്ട്രി ഉണ്ട്, അവർ ഒരു പ്രണയത്തിലാണ്, അവർ പരസ്പരം കൂട്ടുകൂടുന്നു, അവർ ഒരുമിച്ച് ഭ്രാന്തന്മാരെ പോലെ ചിരിക്കുന്നു. എന്നിരുന്നാലും മൈക്കിന്റെ കാര്യം അയാൾക്ക് ഗൗരവമായിരിക്കാൻ അറിയില്ല എന്നതാണ്. പക്ഷേ അത് ശരിക്കും ഒരു പ്രശ്നമല്ല, കാരണം ഹേമ ഗൗരവം നിറഞ്ഞ കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുമ്പോഴെല്ലാം അവൾ പകരം അലക്സിന്റെ അടുത്തേക്ക് പോകുന്നു. അലക്സ് അവിശ്വസനീയമാം വിധം മിടുക്കനാണ്, കോഫി ഇഷ്ടപ്പെടുന്നു, സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നു, ചർച്ച ഇഷ്ടപ്പെടുന്നു. അവരുടെ സംഭാഷണങ്ങൾ അവ മറ്റൊരു തലത്തിലാണ്, ആഴമേറിയതും ആകർഷകവും അർത്ഥപൂർണവുമാണ്. എന്നിരുന്നാലും അലക്സിന്റെ കാര്യം അയാൾക്ക് അധികം ചുറ്റിക്കറങ്ങാൻ ഇഷ്ടമല്ല എന്നതാണ്. എന്നാൽ അതും ശരിക്കും ഒരു പ്രശ്നമല്ല, കാരണം ഹേമ യാത്ര പോകാൻ ആഗ്രഹിക്കുമ്പോൾ അവൾ സാരയും അവളുടെ നായയും കൂടെ കൂട്ടും. അവർക്ക് എത്രമാത്രം രസമുണ്ടെന്ന് നിങ്ങൾക്കറിയില്ല. ഇത്രയും സന്തോഷവതിയാകുന്നതിന്റെ ഹേമയുടെ രഹസ്യം നിങ്ങൾക്കറിയാമോ? അവൾ ഒരിക്കലും കോഴിയിൽ നിന്ന് മുട്ടയല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അവൾ ഒരിക്കലും ആപ്പിൾ മരത്തിൽ നിന്ന് ആപ്പിളും തണലും അല്ലാതെ മറ്റൊന്നും ആവശ്യപ്പെടുന്നില്ല. അവൾ പശുവിൽ നിന്ന് പാലും നായിൽ നിന്ന് സ്നേഹവും മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. അത് നോക്കൂ, എത്ര മനോഹരമായ ഒരു ജീവിത രീതി. ഹേമയുടെ സുഹൃത്തുക്കൾ എപ്പോഴും അവളെ സന്തോഷിപ്പിക്കാനും അവൾ ചോദിക്കുന്നത് നൽകാനും ആഗ്രഹിക്കുന്നു, കാരണം അവർക്ക് യഥാർത്ഥത്തിൽ നൽകാൻ കഴിയുന്നത് മാത്രമേ ഹേമ ചോദിക്കുന്നുള്ളൂ. ഇനി ലുവയുടെ കാര്യം നോക്കൂ. അവൾക്ക് ആകെ കൂടെയുള്ളത് അവളുടെ ബോയ് ഫ്രണ്ട് മാത്രമാണ്. ലുവ അവളുടെ ബോയ് ഫ്രണ്ട് തമാശ പറയണമെന്ന് ആഗ്രഹിക്കുന്നു, അവളുടെ കൂടെ കറങ്ങാൻ വരണം എന്ന് ആഗ്രഹിക്കുന്നു, അവളുടെ ബോയ് ഫ്രണ്ട് ജീനിയസ് ആവണം എന്ന് ആഗ്രഹിക്കുന്നു, അവളുടെ ബോയ് ഫ്രണ്ട് മുട്ട തരണമെന്ന് ആഗ്രഹിക്കുന്നു, നായെ പോലെ സ്നേഹം തരണം എന്ന് ആഗ്രഹിക്കുന്നു. ലുവ അവൾക്ക് ആവശ്യമുള്ളതെല്ലാം ഒരു വ്യക്തിയിൽ നിന്ന് മാത്രം ലഭിക്കാൻ അവൾ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇതെല്ലാം ഒരാളെ കൊണ്ട് സാധിക്കില്ല, കാരണം അവൻ കുപ്പിക്കുള്ളിൽ നിന്ന് പുറത്തുവന്ന ഭൂതം അല്ല ഇതെല്ലാം സാധിച്ചു തരാൻ. ഹേമയെ പോലെ ആളുകളോട് അവർക്ക് നൽകാൻ കഴിയുന്നത് ചോദിക്കാനും അവർക്ക് നൽകാൻ കഴിയാത്ത കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിർത്താനും നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ വളരെയധികം നിരാശയിൽ നിന്ന് രക്ഷപ്പെടുകയും വളരെയധികം സന്തോഷിക്കുകയും ചെയ്യും. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുന്നുണ്ടെങ്കിൽ അതെങ്ങനെ മറികടക്കണം എന്ന് അറിയാൻ ബയോയിൽ ഉള്ള ലിങ്ക് ചെക്ക് ചെയ്താൽ മതി.